വിദേശത്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങളെയും കൂടി നാളെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണ്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് തരണം. കാര്യം എനിക്ക് അറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വിദേശ MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നാട്ടിൽ നിന്ന് പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകളുടെ വീഡിയോസ് അടക്കം നമ്മൾ കാണാറുണ്ട്. വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലും അവരെ ട്രോൾ ചെയ്തുകൊണ്ടും കളിയാക്കുന്ന രീതിയിലും അവർ ക്വാളിറ്റി ഇല്ലാന്ന് നിരന്തരമായിട്ട് ഇന്റർവ്യൂകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. ഇതേ സമയത്ത് തന്നെ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുട്ടികളടക്കമുള്ള പല കുട്ടികളും ഇതിനൊക്കെതിരെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇത്തരം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ക്വാളിറ്റിയുള്ള ആളുകൾ തന്നെയാണെന്ന് നിരന്തരമായിട്ട് വാദിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എവിടെ കിടക്കണമെന്നറിയാം. വിദേശ MBBS കഴിഞ്ഞിട്ട് നല്ലൊരു ശതമാനം കുട്ടികളും പോകുന്നത് ഇന്ത്യയുടെ ലൈസൻസ് എക്സാമായ FMGയിലേക്കാണ്. ഈ FMGയുടെ പാസിംഗ് റിസൾട്ടിന്റെ കണക്ക് നമ്മൾ വിശദമായിട്ട് എടുത്തു നോക്കണം. ഏകദേശം 80% കുട്ടികൾ ഫെയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50, 60, 70 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 6 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചെത്തുന്നതിൽ ഏകദേശം 80% കുട്ടികൾ ഫെയിലാണ്. നമ്മൾ പലപ്പോഴും യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഞാനടക്കമുള്ള ഏജന്റുമാരും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ പാസ്സാകുന്ന 20%. പക്ഷേ ഈ 80% കുട്ടികൾ കടന്നു പോകുന്ന മാനസിക സംഘർഷം, അവരനുഭവിക്കുന്ന ഡിപ്രഷൻ സ്റ്റേജുകൾ, അവർക്ക് നഷ്ടമായ വർഷങ്ങൾ, അവർക്ക് നഷ്ടമായ പൈസ, ഇതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ആരും കൺസേൺ ചെയ്യലില്ല. ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു ശതമാനം ആളുകളും കാണുന്നത് ഈ 80% കുട്ടികളാണ്. ആ കണക്ക് നമ്മൾ എന്തായാലും പഠിക്കുന്ന വേണ്ട ഒരു കണക്കും തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, വിദേശ MBBS യൂണിവേഴ്സിറ്റികളുടെ കുട്ടികൾക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. ഇതും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ഫാക്റ്റുകളുണ്ട്. ഇനി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വിദേശ MBBS തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ലൈസൻസ്, ഒന്നെങ്കിൽ FMG അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ലൈസൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ ഈ 80% ലൂപ്പിലേക്ക് നിങ്ങളും ചെന്നുപെടും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിദേശ MBBSയിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം എടുക്കേണ്ട ഡിസിഷൻ, കൃത്യമായ ക്ലിനിക്കൽ പ്രാക്ടീസുകൾ കിട്ടുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പൊ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സേഫ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും.